നമസ്കാരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ 1999 വിജയ് മല്യ പൊതിഞ്ഞ സ്വർണം 2019 ദേവസ്വം രേഖകളിൽ ചെമ്പായി മാറിയത് എങ്ങനെ? ഇപ്പോഴും ഉത്തരം കിട്ടാതെ കിടക്കുന്ന ഈ ചോദ്യത്തിന് മുന്നിൽ ദേവസ്വം ബോർഡിനും മൗനമാണ്. സ്വർണം പൊതിഞ്ഞതിന് തെളിവായി ദേവസ്വം മഹസ്വറും രേഖകളുമുണ്ട്. നിറം മങ്ങി തുടങ്ങിയ സ്വർണ്ണ പെയിന്റടിച്ച ചെമ്പുപാളിയാണ് 2019 താൻ കൈപ്പറ്റിയത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുതിയ വെളിപ്പെടുത്തൽ. അത് ശരിവെക്കുന്നുമുണ്ട് ദേവസ്വം രേഖകൾ. അപ്പോൾ ചോദ്യം ബാക്കിയാവുന്നത് ഒന്ന് തന്നെ: സ്വർണം പൊതിഞ്ഞ ആ പാളി എവിടെ പോയി? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചൂണ്ടി സർക്കാരിനും ബോർഡിനും സ്വർണം പാളി വിവാദത്തിൽ നിന്ന് തലയൂരാനാകുമോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. 2019 വിഷയമൊക്കെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളല്ലേ, കോടതി തീരുമാനിക്കട്ടെ. ഞാനിപ്പോ എന്റെ കാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2019 കാര്യമൊക്കെ ഞാൻ പറയാൻ ആളല്ല. അതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിരിക്കുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും എതിരായി അന്വേഷണം നടത്തണം. CBI അന്വേഷിക്കണം. ഇതിന് ഉത്തരവാദികളായ ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടിയന്തിരമായി രാജിവെക്കണം. അമ്പലം വിഴുങ്ങികൾ എന്ന് നമ്മൾ പലപ്പോഴും പലരെക്കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ നല്ല രീതിയിൽ ഭരണം നടത്താം എന്ന് ഇവിടുത്തെ ഭക്തരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭഗവാന് കാണിക്കയായി കിട്ടുന്ന സ്വത്തുവിഹിതം വരെ ഇത്തരത്തിൽ വിഴുങ്ങിക്കളയുന്നു എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് എൻകൗണ്ടറിൽ നമ്മുടെ അതിഥികൾ CPIMൽ നിന്ന് ഡോക്ടർ A. സമ്പത്ത്, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് G. രാമൻ നായർ, അമാൽഗമേഷൻ വിദഗ്ധൻ ശ്രീ സിന്ധിൽനാഥൻ, തട്ടാവിള കുടുംബാംഗം ശ്രീ മഹേഷ് പണിക്കർ, ഒപ്പം തന്നെ വലത് നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവരാണ്. രാഹുൽ, ഇന്ന് ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഉത്തരം കിട്ടാതെ കിടക്കുന്ന ചോദ്യമാണ് 1999 വിജയ് മല്യ ദ്വാരപാലകരിൽ പൊതിഞ്ഞ 5 കിലോ സ്വർണം എവിടെ പോയി എന്ന്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു, എന്നെ ഏൽപ്പിച്ചപ്പോൾ അത് ചെമ്പായിരുന്നു, അത് ദേവസ്വം മഹോത്സവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുൻപ് അവിടെ നിന്ന് സ്വർണ്ണപ്പാളി അഴിച്ചു മാറ്റിയതായി നമുക്കറിയില്ല. ആരാണ് ഇതിന് ഉത്തരവാദികൾ? ആരാണ് ഇതിന് മറുപടി പറയേണ്ടത്? ശ്രീ ഗോപികൃഷ്ണൻ, ഇതിന് ഉത്തരവാദികൾ 3 പേരാണ്. 1 ദേവസ്വം ബോർഡ്, 2 ദേവസ്വം ബോർഡ്, 3 ദേവസ്വം ബോർഡ്. വേറെ ആരും ഇതിന് ഉത്തരവാദികളല്ല. വേണമെങ്കിൽ ദേവസ്വം മിനിസ്റ്റർ അടക്കം ഭരണ സംവിധാനങ്ങളെയൊക്കെ നമുക്ക് കൊണ്ടുവരാം. പക്ഷേ സംശയഭേദമന്യേ ദേവസ്വം ബോർഡ് തന്നെയാണ്. അതായത് 2 പേരാണ് സംശയത്തിന്റെ നിഴലിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി. കാരണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് പോലെ വളരെ പ്രമുഖമായ ഒരു സ്ഥാപനത്തിന് ഇത് ചെമ്പ് ആണ് കിട്ടിയെന്ന് അവരുടെ അഡ്വക്കേറ്റും അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ഒക്കെ പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ 39 ദിവസം കയ്യിൽ വെച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി. 2, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി വ്യാജരേഖ ഉണ്ടാക്കിയ ദേവസ്വം ബോർഡും. എന്തുകൊണ്ടാണ് വ്യാജരേഖ എന്ന് പറയുന്നത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 4 ഇടക്കാല വിധിന്യായങ്ങൾ സെപ്റ്റംബർ 15, 29 അടക്കമുള്ള എല്ലാ ഡേറ്റുകളിലും ബഹുമാനപ്പെട്ട കോടതി എടുത്തു പറയുന്നുണ്ട്, ഇൻഡിസ്പ്യൂട്ടബിൾ ആയിട്ട് അത് ഗോൾഡ് പ്ലേറ്റഡ് ആയിരുന്നു, /ഗോൾഡ് ക്ലാഡഡ് ആയിരുന്നു. ഇന്ന് ഉണ്ണികൃഷ്ണ പോറ്റി പെയിന്റ് അടിച്ചാണ് കിട്ടിയതെന്നാണ് പറയുന്നത്. ഉണ്ണികൃഷ്ണ പോറ്റി എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല. 2 സാധ്യതകൾ മാത്രമേ ഉള്ളൂ. 1, ദേവസ്വം ബോർഡ് ഇത് അഴിച്ചെടുത്ത് ദേവസ്വം ബോർഡിലെ ചില അംഗങ്ങൾ അതിലുണ്ടായിരുന്ന സ്വർണം രാഹുൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിന്റെ മഹസറിലും അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് കൊണ്ടുവന്ന ഈ സ്മാർട്ട് ക്രിയേഷൻസും അവരും പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ചെമ്പ് ആണ്, ചെമ്പിലുള്ള പാളിയാണ് കിട്ടിയതെന്നാണ്. അപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതും ശരിയാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക? ഇല്ല, വേറൊരു കാര്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ ഒത്തു കളിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാനുള്ള കാരണം, ഉണ്ണികൃഷ്ണൻ പോറ്റി വർഷങ്ങളോളം ശബരിമല കണ്ട വ്യക്തിയാണ്.
അവിടെ ഇരിക്കുന്ന കാര്യം ചെമ്പല്ലെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടി വരെ ഒന്നും പോകണ്ട. അത് സ്കോട്ട്ലാൻഡ് യാർഡിന്റെ അന്വേഷണവും നാസയുടെ ഗവേഷണവും ഒന്നും വേണ്ട. നമ്മുടെ കണ്ണി കാണാം അത് ഗോൾഡ് ക്ലാഡഡ്/ഗോൾഡ് പ്ലേറ്റഡ് ആണെന്ന്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ദേവസ്വത്തിന് കൊടുത്തതായി പറയപ്പെടുന്ന മൊഴി എന്ന് പറഞ്ഞാൽ സ്വർണം പെയിന്റ് ചെയ്തതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതായി പറയപ്പെടുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ദേവസ്വത്തിലെ ആരോ അടിച്ചു മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കൂടി അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടക്കം പറ്റിച്ചുകൊണ്ട് ദേവസ്വത്തിലെ ആരോ ഒരാൾ, അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ ഏതോ സംവിധാനം മാറ്റി. എന്നാലും രണ്ട് കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഒന്നെങ്കിൽ ശ്രീ സെന്തിൽജി പറയുന്നത് പോലെ 5 കിലോഗ്രാമിന് അടുപ്പിച്ച് ഗോൾഡ് അതിനകത്തുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ വിജിലൻസിന് മൊഴി കിട്ടിയ പോലെ ഏകദേശം 800 ഗ്രാമെന്നും 400 ഗ്രാമെന്നും 1-2 ഫിഗേഴ്സ് കണ്ടു. എന്തായാലും സ്വർണ്ണ അല്ല അവിടുത്തെ പ്രാധാന്യമുള്ള കാര്യം. വിജയമല്യ തന്ന ഒറിജിനൽ സാധനങ്ങൾ എവിടെ? വിജയമല്യ തന്ന സ്വർണം ക്ലാഡ് ചെയ്ത ഒറിജിനൽ ചെമ്പ് പാളികൾ എവിടെ എന്ന ചോദ്യത്തിന് ദേവസ്വം ബോർഡിൽ ഉത്തരമില്ല. അതുകൊണ്ട് ക്രിമിനൽ ആക്ഷൻ ഓഫ് തെഫ്റ്റ്, ആചാരലംഘനം ഒക്കെ സെക്കൻഡറി, ക്രിമിനൽ ആക്ഷൻ ഓഫ് തെഫ്റ്റ് ഹാസ് ഹാപ്പൻഡ്. മോഷണം, കളവ്, മോട്ടിച്ചു, കട്ടെടുത്തു, അടിച്ചു മാറ്റി, അത് സംഭവിച്ചിരിക്കുന്നു. അത് ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടിയാണ്. അറിവോടുകൂടി അല്ലെങ്കിൽ ഒരിക്കലും ചെമ്പെന്ന വ്യാജരേഖ ഉണ്ടാക്കില്ലായിരുന്നു. കാര്യം 2018 വരെ എല്ലാ മാധ്യമങ്ങളും 2019 അവിടെ സ്വർണ്ണപ്പാളികൾ നമ്മൾ കണ്ടതാണ്. ഒരു കാര്യം കൂടെ ഗോപികൃഷ്ണൻ ആലോചിക്കണം. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഞങ്ങളെല്ലാം അടികൊള്ളുന്ന അവസരമാണത്. ഞങ്ങൾ തെരുവിൽ പോരാടുകയാണ് 4-1 എന്ന സുപ്രീം കോടതി വിധി ന്യായത്തെ ജയിക്കാൻ. ഒരു രാഷ്ട്രീയ പാർട്ടിയും ആദ്യം അതിനെ സപ്പോർട്ട് ചെയ്തില്ല. ഈ നാട്ടിലെ പല ആൾക്കാരും മാധ്യമങ്ങളും അടക്കം എതിര് നിന്നു. ആ അവസരത്തിൽ അയ്യപ്പന്റെ സ്വത്ത് മോട്ടിച്ചവനെ വെറുതെ വിടില്ല. അയ്യപ്പ സ്വാമിയാണ്. ഒരു മിനിറ്റ് രാഹുൽ, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളെ കാണുകയാണ്, നമുക്ക് അതൊന്ന് കേട്ടുവരാം. ഓക്കെ, താങ്ക് യു. അദ്ദേഹം സംസാരിച്ചില്ല. ഇനി ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ മീഡിയയിലൂടെ പ്രതികരിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ എല്ലാ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഇനി കോടതി ആവശ്യപ്പെടുന്ന രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ സമർപ്പിക്കും. അങ്ങനെ ചോദ്യം മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അവർ ചോദിച്ച ചോദ്യങ്ങൾ എനിക്ക് സമയം തന്നു, എനിക്ക് ബ്രേക്ക് തന്നു, ആ ചോദ്യങ്ങൾ ആലോചിക്കാനുള്ള സമയം തന്നു. അതിനനുസരിച്ചായിരുന്നു ആ ചോദ്യങ്ങൾക്ക് എനിക്കറിയുന്ന കാര്യങ്ങളും എനിക്ക് ഓർമ്മിച്ചെടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും മറുപടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദേവസ്വം വിജിലൻസിന് മുന്നിൽ ഹാജരായി മറുപടി, അതായത് പിന്നെ തന്റെ മൊഴി രേഖപ്പെടുത്തി ചോദ്യങ്ങൾ ചോദിച്ചു, സമയം തന്നു, മറുപടിയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും രേഖകൾ കോടതി ആവശ്യപ്പെട്ടാൽ തന്റെ കൈവശമുള്ളതാണെങ്കിൽ അത് കൊടുക്കാം എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. രാഹുൽ, താങ്കൾക്ക് ബാക്കി കാര്യങ്ങൾ കൂടി പറയാം. ഒറ്റ കാര്യം കൂടി, അല്ല 2 പോസിബിലിറ്റി അല്ലേ ഉള്ളൂ, വേറെ പോസിബിലിറ്റി ഒന്നും ഇല്ലല്ലോ. 2 പോസിബിലിറ്റി. ഒന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടി അറിവോടുകൂടി ദേവസ്വം ബോർഡിലെ ആരോ അടിച്ചു മാറ്റി, ഇല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാതെ ദേവസ്വം ബോർഡിലെ ആരോ അടിച്ചു മാറ്റി. ഈ 2 ഓപ്ഷനല്ലേ ഉള്ളൂ. എന്തായാലും അവിടെ ഇരുന്ന സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകിട് അല്ലെങ്കിൽ പാളി ആവിയായി പോവില്ലല്ലോ, നമ്മളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ അത്. അപ്പോ വിഘ്നഹന്ത്രി അല്ലെങ്കിൽ ശത്രുഹന്ത്രി എന്നറിയപ്പെടുന്നതാണ് ഈ ദ്വാരപാലകർ എന്നാണ് താന്ത്രികമായി പറയാറുള്ളത്. ആയിക്കോട്ടെ, അത് ആ ദ്വാരപാലകരുടെ മുമ്പ് അല്ലെങ്കിൽ പുറത്തുണ്ടായിരുന്ന സ്വർണം പതിഞ്ഞ ചെമ്പ് പാളി നഷ്ടപ്പെട്ടു, മോഷ്ടിക്കപ്പെട്ടു, ഒറിജിനൽ കാണുന്നില്ല. ഒന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറിവോടുകൂടി അടിച്ചു മാറ്റി, ഇല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഏതോ ആൾ അടിച്ചു മാറ്റി. അയാൾക്ക് തന്നെ ആയിരിക്കും സ്വപ്ന ദർശനം കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർക്കും ഒരുപാട് സ്വപ്ന ദർശനം കിട്ടിയിരുന്നു. അവസാനം കേസിലും FIR-ലുമായി അത് തീരുകയുണ്ടായി, അന്ന് കള്ളത്തരം പറഞ്ഞത്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് മോഷ്ടിച്ചു എന്ന കാര്യം നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. ഇനി അതിന്റെ ഒരു അഡ്മിഷൻ കൂടി വരണം, അതിന് ക്രിമിനൽ കേസ് ഇടണം. KT ശങ്കരൻ സാർ വരുന്ന ഇൻവെന്ററി എടുക്കാനൊക്കെ വേണ്ടിയാണ്, അദ്ദേഹം വലിയ ജഡ്ജിയാണ്. ഇത് ക്രിമിനൽ കേസ് എടുക്കണം. എന്തുകൊണ്ട് സർക്കാർ ക്രിമിനൽ കേസ് എടുക്കുന്നില്ല? കോർട്ട് മോണിറ്റേഡ് പ്രോബ്, CBI പ്രോബ്, ക്രിമിനൽ കേസ് ഏത് വഴിയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മോഷണം, അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കപ്പെട്ടു, അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന കാര്യം അസന്നിഗ്ധമാണ്. ഇനി ലോഫുളി അതാണ് കേട്ടോ, അത് ഭക്തന്റെ കണ്ണിൽ പറയുന്നതല്ല. പെർപ്പച്വൽ മൈനർ ആയ ഈ DT, ആ DTയുടെ സ്വത്ത് സംരക്ഷിക്കാനാണ് ദേവസ്വവും കോടതിയും ഒക്കെ ഉള്ളത്. അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കപ്പെട്ടു എന്ന കാര്യം സംശയമില്ലാതെ നമ്മളിപ്പം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ദിവസം പല ആൾക്കാരും ചെമ്പാണോ സ്വർണമാണോ, സ്വർണമാണോ ചെമ്പാണോ എന്നൊക്കെ പറഞ്ഞ് രക്ഷ നേടാൻ ശ്രമിച്ചിരുന്നു. സംശയഭേദമന്യേ അയ്യപ്പന്റെ സ്വത്ത്, അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു. അത് ദേവസ്വം ബോർഡാണോ മോഷ്ടിച്ചത്, അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ മോഷ്ടിച്ചതെന്ന് മാത്രമേ സംശയമുള്ളൂ. ശരി, ശ്രീ സെന്തിൽനാഥൻ, ഈ 99-ൽ വിജയ് മല്യ ശബരിമല ക്ഷേത്രത്തിൽ സ്വർണം പൂശാൻ വേണ്ടി കൈമാറിയത് 30.3 കിലോഗ്രാം സ്വർണവും 1900 കിലോ ചെമ്പുമാണ് എന്നാണല്ലോ. അപ്പോൾ താങ്കൾ ഇതിന് മേൽനോട്ടം വഹിച്ച ആളെന്ന നിലയിലും അമാൽഗമേഷൻ വിദഗ്ധൻ എന്ന നിലയിലും ഇതിൽ ഉപയോഗിച്ചിരുന്ന
സ്വർണം പൊതിയാൻ വേണ്ടി ഉപയോഗിച്ച സ്വർണം സംബന്ധിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾക്കിട നൽകുന്ന എന്തെങ്കിലും ഉണ്ടോ? ഈ കാര്യത്തിൽ എന്തൊക്കെയാണ് താങ്കൾക്ക് അറിയാവുന്നത്? യെസ്, അതായത് 1999 ഞാൻ അവിടെ ആക്ച്വലി സൂപ്പർവൈസർ അല്ല. ഐ വാസ് ആക്ച്വലി കോൾഡ് ഇൻ ഫോർ, ഇതിലൊരു ലീക്ക് ഉണ്ടായിരുന്നു. വർക്ക് എല്ലാം ചെയ്തതിന് ശേഷം ഒരു ലീക്കേജിൻ്റെ പ്രോബ്ലം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നെയ്ബറായിട്ടിരുന്ന മാക്ടവൽ എൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മാനേജറിനോട് ചോദിച്ചു വെദർ ഇറ്റ് ഇസ് പോസിബിൾ ഫോർ മീ ടു റെക്ടിഫൈ ദാറ്റ് പ്രോബ്ലം. ആ ലീക്ക് ഏതിലാണ് സർ? വാതിലിലാണോ? നമ്മൾ ചെയ്യുന്നതാണ്. കോപ്പർ റൂഫ്, കോപ്പർ അല്ല, കോപ്പർ റൂഫിൽ. ഓ ശരി, അതെ, കോപ്പർ റൂഫിൽ വന്നതിന് ശേഷം ഐ വാസ് കോൾഡ് അപ്പോൺ ഫോർ ടു റെക്ടിഫൈ ദാറ്റ് വർക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് നിരീക്ഷണത്തിന് ശേഷം ഞാൻ പറഞ്ഞു ഇത് എന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റും, എനിക്ക് ഇത്രയും ടൈം ഫ്രെയിം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വർക്ക് എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുകയാണ് ശരിക്കും. ആ ലീക്ക് മാറ്റിത്തരാനായിട്ടുള്ള വർക്കാണ് ശരിക്കും എന്നോട് ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. വൈ? ബിക്കോസ് ഇസ് ദാറ്റ് വി വെർ എക്സ്പെർട്ടൈസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഫീൽഡ്. 1950 വന്നിട്ട് കത്ത് പിടിച്ചപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ അവിടെ കോപ്പർ ഷീറ്റ് സപ്ലൈ ചെയ്തിട്ടുമുണ്ട്, അത് രേഖകളിലുണ്ട്. അങ്ങനെ മാതൃഭൂമിയിൽ വന്ന ഒരു റിപ്പോർട്ടും കൂടിയാണ് ചെറുമേനെ തന്നെ ഈ ഒരു നിയോഗം കിട്ടിയെന്നുള്ളത്. അപ്പോൾ ആ ബേസിസിൽ വന്നിട്ട് ഐ വാസ് കോൾഡ് അപ്പോൺ ടു ഡു ദാറ്റ് പർട്ടിക്കുലർ വർക്ക്. അങ്ങനെ ഞാൻ അവിടെ പോയി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കൊടുത്ത ശേഷം കുംഭാഭിഷേകത്തിന് ശേഷം വളരെ സായുജ്യം ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഐ കനോട്ട് ഫർഗെറ്റ് ദാറ്റ് ഇൻ മൈ ലൈഫ്. അപ്പോൾ വിജയ മല്യ അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പുള്ളി കൺഗ്രാജുലേറ്റ് ചെയ്തു. ഫർദർ എന്ത് വർക്ക് വന്നാലും തരാം, ബട്ട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, ഫർദർ ഇതേപോലെ എനിക്ക് പ്രോബ്ലംസ് വരരുത്. അത് കാരണം നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ്റെ ഒരു നിരീക്ഷണത്തിൽ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കി ഒരു വിലയിരുത്തിയിട്ട് എനിക്ക് റിപ്പോർട്ടായിട്ട് തന്നത് പുള്ളിയുടെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആയിരുന്നു അത്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഞാൻ അവിടെ നിന്നിട്ട് ആ കാലഘട്ടത്തിൽ വന്നിട്ട് പുറപ്പെടാശാന്തി എത്തുന്ന നാരായണ നമ്പൂരിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരോടെല്ലാം കൺസൾട്ട് ചെയ്തതിന് ശേഷം അവിടെ വർക്ക് ചെയ്തിരുന്ന വർക്കേഴ്സിന്, അതായത് JNR ജ്വല്ലറിയിലെ മിസ്റ്റർ നാഗരാജനായിരുന്നു ആക്ച്വലി ആ കോൺട്രാക്ട് ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ ഞാൻ അവരോട് വന്നിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ദി സ്റ്റാഫ് ഞാൻ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഈ വക പ്രോസസ്സിലാണ് അത് ഞാൻ ചെയ്തതിൻ്റെ. അതിനിടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഈ JNR അത് ചെന്നൈ ബേസ്ഡ് ആണല്ലോ, ഈ മൈലാപ്പൂരിലുള്ളതാണല്ലോ ഈ JNR ജ്വല്ലറി അല്ലേ? അവിടെ നിന്നാണോ സ്വർണം കൊണ്ടുവന്നത്? യെസ്. അല്ല, സ്വർണം കൊണ്ടുവന്നത് UB ഗ്രൂപ്പാണ്. ഈ കോപ്പറിലെ വർക്ക് ചെയ്തിട്ട് അമാൽഗമേഷന് വേണ്ടി തയ്യാറാക്കുന്നത് വന്നിട്ട് JNR ഗ്രൂപ്പാണ്. ഗോൾഡ് വാസ് ബ്രോട്ട് ഫ്രം ദ കമ്പനി. എന്നിട്ട് കമ്പനി കൊടുത്തതായിട്ടാണ് എന്നോട് പറയുന്നത്. എന്നിട്ട് ദാറ്റ് വാസ് കൺവേർട്ടഡ് ബൈ ദിസ് JNR ഗ്രൂപ്പ് ഇൻ ടു ഷീറ്റ്സ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് അതാണ്. ആ സ്വർണത്തിൽ നമ്മൾ ആ സ്വർണത്തെ കുറിച്ച് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ സർ, അല്ലേ? ഇല്ല, 100% ഷുവല്ല. ഈ അമാൽഗമേഷൻ പ്രോസസ്സിൽ 24 കാരറ്റ് അല്ലാത്ത ഒരു പ്രോഡക്റ്റും അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് റൂൾഡ് ഔട്ടാണ്. എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. കാരണം അതിൽ 22 കാരറ്റ് ആയിക്കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഫൂളിഷ്നെസ് ആണ്. അതാരും ചെയ്യില്ല. മോർ വേസ്റ്റേജേ വരുള്ളൂ. പിന്നെ വർക്ക് ചെയ്യാനും കൂടി ഡിഫിക്കൽട്ടാണ്. അത് പ്രാക്ടിക്കൽ സൈഡാണ്. പക്ഷേ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ക്യാമൽ ഷീറ്റ്സിൻ്റെ അകത്ത് വെച്ചിട്ട് മാനുവലായിട്ട് ബീറ്റ് ചെയ്തിട്ട് അത് ചെറിയ ചെറിയ ഫോയിൽസ് ആക്കി മാറ്റും. മാറ്റിയതിന് ശേഷം ഒരു empty ബുക്സ് ഉണ്ട്. ആ empty ബുക്ക് ആദ്യം വേ ചെയ്യും. വേ ചെയ്തതിന് ശേഷം ഈ ഗോൾഡ് അടിച്ചു പരത്തിയ സാധനം അതിൻ്റെ അകത്ത് വയ്ക്കും. ദെൻ എത്ര ഗ്രാമാണ് നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്? നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്ത് 35 ഗ്രാം ആണെങ്കിൽ ആ 35 ഗ്രാം നമ്മൾ കൺവേർട്ട് ചെയ്ത് ആ ബുക്കിൻ്റെ അകത്താക്കി കൊടുക്കും. സോ ദേ വിൽ വെരിഫൈ ദാറ്റ്. ആ വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്ത് വെക്കും ഇത്രയും ഗ്രാം ഗോൾഡ് ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ വർക്ക് ഈസ് ഓവർ. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പറഞ്ഞിട്ട് കോപ്പർ പ്ലേറ്റ്സ് എടുക്കും. ആ കോപ്പർ പ്ലേറ്റ്സ് എടുത്തിട്ട് വാഷ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ട് മെർക്കുറി കോട്ട് ചെയ്യുക അതിൻ്റെ മുകളിൽ. എന്നിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷീറ്റ്സ് വന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് 1 by 1 അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിൽ ലയിപ്പിച്ചെടുക്കുകയാണ്. അമാൽഗമേഷൻ എന്ന് പറയും, പതിപ്പിക്കലെന്നും പറയാം, മനസ്സിലായി, ക്ലാഡിംഗ് എന്നും പറയാം. ഇറ്റ്സ് ഓൾസോ ടെക്നിക്കൽ ടേംസ് അപ്പുറത്തും ഇപ്പുറത്തും. അങ്ങനെ ലയിച്ച് ഓവർ ലേയേഴ്സ് ആയിട്ട് നോക്കിയിട്ട് അപ് ടു 12 ലേയേഴ്സ് നമ്മൾ കൈയെല്ലാം ടച്ച് ചെയ്യാത്ത സ്ഥലത്ത് അപ് ടു 12 ലേയേഴ്സ് നമുക്ക് കയറ്റാവുന്നതാണ്. 12 to 14 to 16 വരയ്ക്കും കയറ്റാം. ടു ആണ് ഫേറ്റ് ഇസ് അപ്പ് ഫോർ എ ലോങ് ലൈഫ്. അങ്ങനെ ഓരോ പ്രോസസ്സും അവർ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് അന്ന് നിരീക്ഷകനായിട്ട്, അതായത് അവിടെ എന്നോട് ഇൻട്രസ്റ്റ് ചെയ്ത് വർക്കിന്റെ ബേസിൽ ഞാൻ അവരോട് ചോദിച്ചതാണ്. ഒരു കാര്യം, അതായത് കാലം എത്ര ചെന്നാലും ശോഭമങ്ങാത്ത, കുഴപ്പങ്ങൾ ഉണ്ടാകാത്ത
ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റയൊക്കെ പറഞ്ഞതുപോലെ മഞ്ഞ പെയിന്റ് അടിച്ച പിന്നെ ചെമ്പെന്നൊക്കെ പറയാൻ പറ്റാത്ത ഒരു പ്യുവർ ഗോൾഡ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അല്ലേ? ഒന്നും സംഭവിക്കില്ല ആ സ്വർണത്തിന്. ഷുവറാണ്. അതായത് അതിൻ്റെ ഒരു തെളിവ് നിങ്ങൾക്ക് ടോപ്പ് റൂഫിൽ കാണുന്നുണ്ട് ഇപ്പോഴും, അൺടച്ച്ഡ്. ആരും ടച്ച് ചെയ്യാത്തതാണ്. നമ്മൾ പൊന്നമ്പലം എന്ന് പറയുന്ന സ്ഥലം. അതെ, പൊന്നമ്പലം എന്ന് പറഞ്ഞ സ്ഥലവും പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ആരും നടക്കാത്ത ഒരു ഏരിയ ആയിട്ടുള്ള ചുറ്റമ്പലത്തിലുള്ള ആ ചരിതങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇതുവരെയും ടച്ച് ചെയ്തിട്ടില്ല. ഇപ്പം വിവാദം മുഴുവനും ദ്വാരപാലകരുടെ ബേസിലാണല്ലോ. അപ്പോൾ അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ടച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ടച്ച് ചെയ്ത് കാലക്രമേണ ഗോൾഡ് പോകാനുള്ള സാധ്യതകൾ അതിൻ്റെ അകത്തുണ്ട്. ഐ എം നോട്ട് സെയിങ് ഇറ്റ് കനോട്ട് ബി, ബട്ട് എൻറ്റയർ ഗോൾഡ് പോയി എന്ന് പറയുന്നത് ഇറ്റ്സ് എ റൂൾഡ് ഔട്ട് ഫാക്ടറാണ്. എൻ്റെ 30 years എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴേക്കും കംപ്ലീറ്റ് ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ എ സമ്പത്ത്, ഇവിടെ നമ്മുടെ മുന്നിൽ ചില വസ്തുതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 99 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ആ ദ്വാരപാലക ശില്പത്തിലെ യഥാർത്ഥ പാളികൾ എവിടെ പോയി എന്നതാണ്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു, എന്നെ ഏൽപ്പിച്ചത് സ്വർണമായിരുന്നില്ല, ചെമ്പായിരുന്നു, അതിൽ സ്വർണ്ണ നിറമുള്ള പെയിന്റ് അടിച്ചിരുന്നു എന്നാണ്. ഇത് സ്വർണം പൂശാൻ വാങ്ങിയ ആ സ്ഥാപനം പറയുന്നു, സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു, ഞങ്ങളടുത്ത് കൊണ്ടുവന്നപ്പോൾ അതിൽ സ്വർണത്തിൻ്റെ തരികളെ ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ വിജയ് മല്യ 24 ക്യാരറ്റുള്ള സ്വർണം ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്തതെന്ന് അന്നതിന് സാക്ഷ്യം വഹിച്ച സെന്തിൽനാഥിനെ പോലെ ഒരാൾ ഇവിടെ നമ്മുടെ മുന്നിൽ അത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. എവിടെ പോയി ഈ സ്വർണ്ണപ്പാളി? അതിന് ഉത്തരം പറയേണ്ടത് പ്രാഥമികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ലേ. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബോർഡിനും സർക്കാരിനും ഒഴിഞ്ഞു മാറാൻ കഴിയും? ഗോപികൃഷ്ണൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അസന്നിഗ്ധമായ ഒരു കാര്യം പറഞ്ഞു. ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം എന്ന്. അത് നിഷ്പക്ഷമായി നീതിപൂർവമായി ഏത് രീതിയിലുള്ള അന്വേഷണമായാലും ആ അന്വേഷണം ഇവിടെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി ഇതിലെ കുറ്റവാളികളെ കണ്ടെത്തണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന നമ്മുടെ രാജ്യത്തുള്ളൊരു റൂൾ ഓഫ് ലോ ഉണ്ട്, ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അത് അത്തരം കാര്യങ്ങളുമായി അത് വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മ എന്നുള്ളതിൻ്റെ വിഷയമല്ല. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു മീഡിയ ട്രയലായി നമ്മൾ മാറ്റേണ്ടതായ ഒരു കാര്യമില്ല. ഞാനൊരു വ്യക്തിയുടെയും പേരെടുത്ത് പറയാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു കാര്യം പ്രയോഗിക്കുന്നത് തന്നെ. നമ്മുടെ ചർച്ച തുടങ്ങിയപ്പോൾ അവിടുത്തെ സ്വർണത്തിൻ്റെ ഇത്ര കിലോഗ്രാം എന്ന് താങ്കൾ പറഞ്ഞതും ശ്രീ സെന്തിൽനാഥ് പറഞ്ഞതുമായ കാര്യത്തിന് ഒന്ന് വേണമെങ്കിൽ PCR നിന്ന് ചെക്ക് ചെയ്തോളൂ. അവിടെ തന്നെ ഒരു വ്യത്യാസം വരികയാണ്. ഗോപികൃഷ്ണൻ എന്നോട് ചോദിച്ച ചോദ്യത്തിൽ ഇത് ദേവസ്വം ബോർഡാണ് പറയേണ്ടത്, ദേവസ്വം ബോർഡ് പിന്നെ സർക്കാരിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞു. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ സാർ, എന്താണ് വ്യത്യാസം സർ? ഭക്തിയുടെ അല്ലെങ്കിൽ ഒന്ന് ആദ്യത്തെ ഇല്ല, ഞാൻ പറഞ്ഞത് 30.3 കിലോ സ്വർണം അത് മുഴുവനായി ഉപയോഗിച്ചതാണ്. പിന്നെ 5 കിലോ സ്വർണം ദ്വാരപാലകർക്ക് വേണ്ടിയും അത് തന്നെയാണ് ശ്രീ സെന്തിൽനാഥനും പറഞ്ഞത് അല്ലേ? ശ്രീ സെന്തിൽനാഥൻ അതെ അതെ യെസ് യെസ് 30.3 എന്ന് ഞാൻ പറഞ്ഞത് 30.3 30.3 അത് പൂർണ്ണമായും ഞാൻ അതിന്റെ ക്വാണ്ടിറ്റിയെ സംബന്ധിച്ചുള്ള തർക്കത്തിനല്ല. ഞാൻ ഇഫ് ഐ നീഡ് ടു ഗെറ്റ് കറക്റ്റഡ്, സാറ് പറയൂ എവിടെയാണ് എനിക്ക് തെറ്റിയതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. You know where you went wrong. ഇല്ല വെരി ഹോണസ്റ്റ്ലി ഐ എം സ്പീക്കിംഗ്. എനിക്കറിയില്ല സാർ, സാറ് പറയൂ. അല്ല, താങ്കൾ പറഞ്ഞ വാചകം താങ്കൾ അങ്ങ് നോക്കിയാൽ മതി ആ കാര്യത്തിൻ്റെത്. ഇപ്പോൾ പറഞ്ഞൊരു വ്യക്തിയിലേക്ക് പോവാണ്, നമ്മളൊരു തർക്കത്തിലേക്കല്ല. കാര്യം ഞാൻ അങ്ങനെ ഒരു തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എ സമ്പത്ത് താങ്കളെ കൂടി സാക്ഷ്യപ്പെടുത്തി ഞാനിതാ തിരുത്തുന്നു. 30.3 കിലോ സ്വർണം, 1900 കിലോ ചെമ്പ്, അതിൽ ദ്വാരപാലകർക്ക് വേണ്ടി 5 കിലോ സ്വർണം. ശരി, ഇനി താങ്കൾക്ക് തുടരാം.
ഞാൻ അതിലെന്താന്ന് പറഞ്ഞാൽ ശ്രീ സെന്തിൽനാഥൻ പറഞ്ഞതിലാണ് അതിൽ ഈ ആദ്യമായി കുറേ വിവരങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇതിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് എവിടെ എന്തിനൊക്കെ എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതിൽ ഞാൻ ആ പറഞ്ഞതിനകത്തൊരു ഒരു വ്യത്യസ്തത തോന്നിയത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അല്ലാതെ താങ്കളെ ആ കാര്യത്തിൽ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകരും ഇതിൻ്റെ ഈ അളവിനെ സംബന്ധിച്ചും എല്ലാം ഉള്ള വിഷയത്തിൽ ഒരു വ്യക്തി കേരളത്തിൽ നിന്ന് ഇവിടെ ഈ കേരളത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട് 75ാമത് വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഇത് സംഘടിപ്പിക്കുന്നു. അത് മുടക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ ഹർജി തള്ളുന്നു. അതേ കൂട്ടർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ ഹർജി തള്ളുന്നു. ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന വേളയിൽ നമ്മുടെ നാട്ടിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരാൾ ബാംഗ്ലൂരിലേക്ക് പോയ ഒരാൾ, ഞാനിപ്പോൾ ആ ആളിന് ഇവിടെ ഇപ്പോൾ വേറെ പ്രസിദ്ധിയോ അല്ലെങ്കിൽ കുപ്രസിദ്ധിയോ ഒന്നും ഉണ്ടാക്കി കൊടുക്കാനായി ഞാനിപ്പോൾ നമ്മൾ 24 ന്യൂസിൻ്റെ ഈ ഒരു ചർച്ചയിൽ ഇനിയിപ്പോൾ ഞാനായിട്ടത് പറയുന്നില്ല. അങ്ങനെ പോയ ആൾ ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജാരിയായി മാറുന്നു. ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരിയെ കേരളത്തിന് പുറത്താണ്. അതിനുശേഷം ശബരിമലയിലെ കീഴ്ശാന്തിയുടെ സഹായിയായി വരികയാണ്. അതോടെ ബംഗളൂരിലെ വിശ്വാസികൾക്കിടയിൽ ഇദ്ദേഹത്തിൻ്റെതായ സ്വാധീനം വർദ്ധിക്കുകയാണ്. ഇത് മുതലെടുത്ത് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ ഇതാണല്ലോ നമ്മളെ ചർച്ചാ വിഷയം. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് ഈ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണത്തോട് തുടക്കമിട്ടത് തന്നെ ദേവസ്വം വിജിലൻസ് തന്നെയാണ്. 2019 അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ ശബരിമലയിലെ ശില്പപാളി ചെന്നൈയിലടക്കം പലയിടത്തും പ്രദർശിപ്പിച്ചു എന്നുള്ളതും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അത്തരത്തിൽ ആരാധ്യ പുരുഷന്മാരായി കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന അത്തരത്തിൽ ഒരു എലൈറ്റ് എന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു അഫ്ലുവൻ്റ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ളവരെന്നോ അല്ലെങ്കിൽ ദ റിച്ച് എന്നോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റുകളെന്നോ ബിസിനസ്മെന്നോ ഒക്കെ ആയിട്ടുള്ളവർ, അപ്പോൾ അവരെയെല്ലാം ഈ കാര്യങ്ങൾ കൊണ്ടു നടന്ന് കാണിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ അനധികൃതമായി പണപ്പിരിവ് നടത്തുന്നു. നമ്മുടെ സംസ്ഥാനത്തടക്കം കോടിക്കണക്കിന് രൂപയുടേതായ സ്വത്തുക്കൾ, അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതായിട്ടുള്ള കുറേ കൂടുതൽ വർത്തമാനങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ മൊഴിപ്പകർപ്പൊന്നും എൻ്റെ കയ്യിലേക്ക് ലഭിച്ചിട്ടില്ല. ഇക്കാര്യത്തെ സംബന്ധിച്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ കയ്യിൽ വന്നിട്ടുള്ളതുമല്ല. ആ അന്വേഷണങ്ങളിൽ എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പോവാണ്. ഇവിടെ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ വാതിലെന്ന് പറഞ്ഞ് വിശ്വാസികളെ കബളിപ്പിച്ച് ഇങ്ങനെ പണം തട്ടി എന്നുള്ള വിവരങ്ങൾ മാധ്യമങ്ങളിൽ കൂടിയെല്ലാം ഇത് വരികയാണ്. ഈ ഒരാൾ പറഞ്ഞതിനെ സംബന്ധിച്ചുള്ളൊരു കാര്യമുണ്ട്. എന്താ, ഈ ചില കാര്യങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞുവല്ലോ. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിൽ ഇദ്ദേഹം പ്രശ്നം സൃഷ്ടിക്കാനായി ഇദ്ദേഹം എന്താണ് പറഞ്ഞത്? ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പീഠം കാണാതായെന്ന് പറഞ്ഞ്. എവിടെ നിന്നാ തുടക്കം? ഇപ്പോൾ ഇതിൽ എനിക്ക് 2 മിനിറ്റ് തന്നാൽ മതി. ഗോപികൃഷ്ണൻ 1984 കണിയാപുരം രാമചന്ദ്രൻ രചിച്ച് KPAC അവതരിപ്പിച്ചതായ ഭഗവാൻ കാലുമാറുന്നു എന്നൊരു നാടകം ഉണ്ടായിരുന്നു. സാന്ദർഭികമായി പറയട്ടെ, ഇപ്പോൾ നമ്മൾ പറയുന്ന ഇതുപോലുള്ളൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഭഗവാൻ കാലുമാറുന്നു എന്നുള്ള ആ നാടകം നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില ആളുകളെ അത്തരത്തിൽ അങ്ങനെ ഗൂഢാലോചന നടത്തി അവരെ കൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത് ഒടുവിൽ എങ്ങനെയാണ്, വിശ്വാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭഗവാൻ തന്നെ നേരിട്ടിറങ്ങുകയാണ് അതിനെതിരായിട്ട്. ഈ നാടകം അവതരിപ്പിക്കുമ്പോഴത്തേക്ക് കൂനമ്പായിക്കുളത്തും മറ്റുമൊക്കെ തന്നെ ഒരുപാട് അക്രമങ്ങളൊക്കെ ഉണ്ടാക്കി അത് തടയാനായി ശ്രമിച്ചു. ആ നാടകം നടത്തുന്നതിന് വേണ്ടി അന്ന് ഈ DYFI ഉൾപ്പെടെ SFI ഉൾപ്പെടെ, ഞാനൊക്കെ അന്ന് വിദ്യാർത്ഥി സംഘടന രംഗത്തുള്ളവരാണ്, ഞങ്ങളൊക്കെ പോയി കാവല് തന്നിട്ടുണ്ട് ഈ പറയുന്നത് അത് നടത്തുന്നതിന് വേണ്ടി. KPACയിലെ നാടക നടനായിട്ടുള്ള ശ്രീ ജോൺസന് പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായി പരിക്കേറ്റു. അതുപോലെ തന്നെ US ഈ നാടകം ഭഗവാൻ കാലുമാറുന്നു അവിടെ പ്രദർശിപ്പിക്കുമ്പോഴത്തേക്ക് അവിടെയും അക്രമികൾ അവിടെയെല്ലാം ചെന്നു. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഈ ഇത്തരത്തിൽ വിശ്വാസത്തെ ഇത്തരത്തിൽ ഈ തൻ്റേതായ അല്ലെങ്കിൽ ഒന്നിലേറെ വ്യക്തികളുണ്ടെങ്കിൽ അവരുടേതായ നിക്ഷിപ്ത താല്പര്യത്തിന് നമ്മൾ പച്ച മലയാളത്തിൽ പറയില്ലേ, ആർത്തി മൂത്താൽ അത്യാർത്തി മൂത്താൽ വട്ടാവും എന്ന് പറയുന്നത് പോലെ. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു ഡോക്ടർ സമ്പത്ത്. പക്ഷെ ഒറ്റ കാര്യം, ദേവസ്വം ബോർഡ് എന്ത് ചെയ്യുകയായിരുന്നു? എന്ത് നോക്കിയിരിക്കുകയായിരുന്നു ദേവസ്വം ബോർഡ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്തിനാണ് ഇതേ ഉണ്ണികൃഷ്ണൻ, ഒരു മിനിറ്റ് ഡോക്ടർ സമ്പത്ത്, താങ്കൾക്ക് പറയാനുള്ള മറുപടിക്കുള്ള സമയം ഞാൻ തരാം. എന്തുകൊണ്ടാണ് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് എനിക്ക് തന്നപ്പോൾ അത് സ്വർണ്ണപ്പാളി ആയിരുന്നില്ല എന്ന് ദേവസ്വം മഹസറിലുണ്ട്, എന്നെ രണ്ടാമതും 2025 വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി എന്നെ ക്ഷണിച്ച കത്ത് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇത് മാത്രമല്ല, താങ്കൾ പറഞ്ഞല്ലോ
ഈ സ്വർണ്ണപ്പാളി ഭക്തരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് അവരിൽ നിന്ന് പണം വാങ്ങിയത്. ഇത് മാത്രമല്ല, നെയ്ത്തേങ്ങ ശബരിമല സന്നിധാനത്തേക്ക് ഒന്നായി കൊണ്ടുപോയി അഭിഷേകം കഴിപ്പിച്ച് പ്രസാദം കൊടുത്തിട്ടും കാശുണ്ടാക്കിയിട്ടുണ്ടാകും ഉണ്ണികൃഷ്ണൻ പോറ്റി. എവിടെ എന്ത് നോക്കിയിരിക്കുകയായിരുന്നു ഡോക്ടർ സമ്പത്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്? ഈ ഇതെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തലയിലേക്ക് നമുക്ക് പറയാം. പക്ഷെ അന്വേഷണം സത്യസന്ധമായി അക്കാര്യം നടക്കട്ടെ എന്നുള്ളത് മാത്രമാണ് CPM ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അല്ല, അത് അറിയാം ഡോക്ടർ സമ്പത്ത്, അത് താങ്കൾ തുടക്കത്തിലേ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നത് ഇതിൽ അവരുടെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് താങ്കൾ ഈ ചർച്ചയിൽ സമ്മതിക്കുമോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഈ സ്വർണ്ണപ്പാളി കാണാതായ കാര്യത്തിൽ എന്ന് താങ്കൾ സമ്മതിക്കുമോ? വെരി ഡയറക്റ്റ്. ആരാണ് അന്വേഷണം ആരംഭിച്ചത്? ആദ്യം ഗോപികൃഷ്ണൻ, ആരാണ് അന്വേഷണം ആരംഭിച്ചത്? ഈ പറയുന്നതായിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ വ്യക്തി ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അത് വാസ്തവത്തിൽ അതിൽ അപകീർത്തികരമായിട്ടുള്ള അവിശ്വസനീയ ഹൈക്കോടതി. അപ്പോൾ നമ്മുടെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ഓഫീസർ അല്ലേ, അവിടെ ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടടക്കം വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഈ പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന ആ വ്യക്തിയെ ഇപ്പോൾ മൊഴിയെടുക്കുന്നത് ആരാണ്? ഇനി ഹൈക്കോടതി ഇക്കാര്യത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നു തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇതിനി ഈ പറയുന്നതായിട്ടുള്ള ഇത് ശബരിമല ഡോക്ടർ സമ്പത്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? 2019 കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ക്ഷുഭിതനാവുകയാണ്. അത് എൻ്റെ കാലത്തല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 2019 ഇതൊക്കെ ചെയ്തു വെച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2025 വിളിച്ചു വരുത്തി വീണ്ടും സ്വർണം പൂശാൻ കൊടുത്തയച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? സ്വർണം പൂശാനായി കൊടുത്തയക്കുക എന്നത് ശബരിമല സ്പെഷ്യൽ ഓഫീസർ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണല്ലോ നിയോഗിക്കുക. ഇതിൻ്റേതായിട്ടുള്ള ഇവരുടെ ഇപ്പോൾ ശ്രീ സെന്തിൽനാഥിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ, ഈ ദേവസ്വത്തിൻ്റെ സ്മിത്ത് അല്ലേ, ഗോൾഡ് സ്മിത്തോ, അതിന് എന്താ ഒരു പ്രത്യേക അവരുടെ ഡെസിഗ്നേഷൻ ഉണ്ടാവുമല്ലോ, ആ ഉദ്യോഗസ്ഥൻ, ഒപ്പം ഈ തിരുവാഭരണത്തിൻ്റെ കമ്മീഷണർ, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ സാന്നിധ്യത്തിൽ ഇക്കാര്യത്തിൽ ഇതെല്ലാം മഹസർ രേഖപ്പെടുത്തിയാണല്ലോ ഇക്കാര്യങ്ങളിലേക്ക് ആരെങ്കിലും അത് അവിടെ തന്നെ ചെയ്യാനായി കഴിയില്ല, യന്ത്രസാമഗ്രികൾ കൊണ്ടുവന്ന് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആയിരിക്കും ഇത്തരം കാര്യത്തിൽ ചെയ്യുക. എനിക്ക് അവിടുത്തെ ഈ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ഞാനതിലൊരു വിദഗ്ധനൊന്നും അല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നു ഡോക്ടർ സമ്പത്ത്. പക്ഷേ 2019 താങ്കളുടെ അറിവിലേക്കായി 2019 ഇതെല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഒന്നും തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എത്ര സ്വർണം, എത്ര കിലോയുടെ സ്വർണം, എന്താണ് കൊണ്ടുപോയത്, ആരുടെ അനുവാദത്തോടു കൂടി, ആരുടെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ? രേഖാമൂലം ഇതൊന്നും ഇല്ല, എവിടെയും ഇല്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ താങ്കൾ പറയും, ഞാൻ തിരുത്താം. അല്ല, ഇത് ഞാൻ ഈ ദേവസ്വം ബോർഡിൻ്റെ ഞാൻ പ്രസിഡൻ്റ് അല്ല, ദേവസ്വം ബോർഡിൻ്റെ ഈ വക്താവായിട്ടല്ല ഞാനിവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ഗോപികൃഷ്ണൻ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരോട് പറയുമ്പോൾ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ വീണ്ടും പറയും, ഇക്കാര്യത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ഇനി ഇത് പോറ്റിയല്ല, പണിക്കരല്ല, ഇനി വേറെ ആരായിരുന്നാലും ശരി തന്നെ ഇക്കാര്യത്തിൽ ആരെല്ലാം ഇക്കാര്യത്തിൽ ഇതിൽ ഒന്നിലേറെ പേര് ചേർന്നിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയായി. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ നിയമവിരുദ്ധമായി, ചട്ടവിരുദ്ധമായി, ദേവസ്വം ബോർഡിൻ്റേതായിട്ടുള്ള അവരുടെ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായി, കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായി അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി ഞാൻ ആവർത്തിക്കുന്നു, അത്തരം കാര്യങ്ങളിൽ കർശനമായ നടപടികൾ ഉണ്ടാവുക തന്നെ വേണം. ശരി ഡോക്ടർ സമ്പത്തിന് ഞാൻ അടുത്ത റൗണ്ടിൽ ഞാൻ താങ്കളുടെ അടുത്തേക്ക് വീണ്ടും വരാം. അഡ്വക്കേറ്റ് ജി രാമൻ നായർ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, നമ്മളോടൊപ്പം. ചോദ്യം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള മറ്റു വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കില്ലായിരുന്നു. ഞാൻ വരാം. അത് കോടതിയുടെ മേൽനോട്ടത്തിൽ, കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഇതെല്ലാം. അഡ്വക്കേറ്റ് ജി രാമൻ നായർ, ഈ യഥാർത്ഥത്തിൽ 99 വിജയ് മല്യ സ്വർണം കൊണ്ട് ആ സ്വർണം പൊതിഞ്ഞ ആ സ്വർണ്ണപ്പാളിയും അതുപോലെ തന്നെ കവാടത്തിനുമൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നാണ് താങ്കൾ കരുതുന്നത്? ഇതിൽ ഒരു മോഷണം, ഇതൊരു തെഫ്റ്റാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്നാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞത്. താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം യഥാർത്ഥത്തിൽ സ്വർണം പൊതിഞ്ഞ ആ പാളിക്ക്?
സ്വർണം പൊതിഞ്ഞ പാളി ചെമ്പുപാളിയാക്കി മാറ്റി എന്നുള്ള ആ ഒരു പ്രക്രിയയ്ക്ക് മോഷണമെന്നാണോ അടിച്ചുമാറ്റലെന്നാണോ എന്താണ് പറയേണ്ടത് എന്ന് വെച്ചാൽ അതങ്ങ് തീരുമാനിച്ചാൽ മതി. ഗോപികൃഷ്ണൻ, ഒരു കാര്യം ഞാൻ പറയട്ടെ. 5/7/2019 ഇതിനാവശ്യമായ നടപടിക്രമങ്ങൾ ദേവസ്വം ബോർഡിൽ ആരംഭിച്ചത്. ദേവസ്വം ബോർഡിൻ്റെ പ്രൊസീഡിങ്സിൻ്റെ തുടക്കം തന്നെ എങ്ങനെയാണെന്ന് അറിയാമോ? ശബരിമല ക്ഷേത്ര ശ്രീകോവിലിൻ്റെ വാതിലിന് സമീപമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടിൽ സ്വർണം പൂശുന്നത് സംബന്ധിച്ച് കാര്യം വളരെ വ്യക്തമല്ലേ ഗോപികൃഷ്ണൻ? ചെമ്പ് തകിടിൽ സ്വർണം പൂശുന്നു, ചെമ്പ് തകിടാണ് എന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു. അങ്ങനെ ചെമ്പ് തകിടിൽ സ്വർണം പൂശാൻ വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് വളരെ ശരിയാണ്. അങ്ങേർക്ക് കിട്ടിയ ചെമ്പ് തകിടാണ്. ആ ചെമ്പ് തകിടിൽ സ്വർണം പൂശാനാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമായും ഈ സ്വർണം പാളി അടിച്ചു മാറ്റി അത് വേണ്ടപ്പെട്ടവരാരാണോ അവർ അത് കൈകാര്യം ചെയ്തതിന് ശേഷം ഇത് ചെമ്പ് പാളിയാക്കി ചെമ്പ് പാളിയാണ് കൊടുത്തുവിട്ടത്. അത് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമാണ്. ആ ചെമ്പ് പാളി കൊടുത്തുവിട്ടു. അത് അദ്ദേഹം കൊണ്ടു നടന്നു. 39 ദിവസത്തിന് ശേഷമാണ് തിരുവാഭരണ കമ്മീഷൻ അദ്ദേഹം അറിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതുണ്ടെന്ന്. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തുവിടാൻ ആരാണ് ചുമതലപ്പെട്ട ആൾ? ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡുമായിട്ട് എന്താ ബന്ധം? ശബരിമല അയ്യപ്പൻ്റെ ഇത്രയും ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ ഒരു തിരുവാഭരണം എന്ന് പറയാവുന്ന അയ്യപ്പൻ്റെ വളരെ വിശിഷ്ടമായ ദ്വാരപാലകന്മാരുടെ ഒരു ഭാഗം അത് ഇത്തരത്തിൽ ഒരാളിൻ്റെ കയ്യിൽ, ഒരു വ്യക്തിയുടെ കയ്യിൽ വെറുതെ അങ്ങ് കൊടുത്തുവിടുക? ആ ഉത്തരവ് വളരെ വിചിത്രമാണ്. തിരുവാഭരണ കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ശബരിമല തന്ത്രി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ശബരിമല അസിസ്റ്റന്റ് എഞ്ചിനീയർ, ശബരിമല അസിസ്റ്റന്റ് ശബരിമല എന്നിവരുടെ സാന്നിധ്യത്തിൽ നിലവിൽ ശ്രീകോവിലിൻ്റെ കതകിൻ്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് പാളികളും കൂടാതെ തെക്ക് വടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളും ഇളക്കി മഹസർ പ്രകാരം തൂക്കം, അളവ് എന്നിവ ബോധ്യപ്പെട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറുന്നു. ഇതാരും ഇതിൻ്റെ കൂടെ പോകുന്നില്ല. ചുമതലപ്പെട്ടവരാരുമില്ല. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ ചെമ്പ് ഇളക്കിയെടുത്ത് സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതിനേക്കാൾ വിചിത്രമായ ഒന്നുകൂടെ ഉണ്ട്. അതിൻ്റെ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരുവാഭരണ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ സ്വർണം പൂശുന്നതിനും ആയതിനു ശേഷം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ശബരിമല തന്ത്രി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ശബരിമല അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ശാസ്ത്രവിധി പ്രകാരം തിരികെ ഫിറ്റ് ചെയ്യുന്നതിനും. അപ്പോൾ അവിടെ തിരുവാഭരണ കമ്മീഷണർ ഇല്ല. തിരുവാഭരണ കമ്മീഷണർ എന്ന് പറയുന്ന വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം ഇവിടെ ഈ ഉത്തരവനുസരിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. തിരുവാഭരണ കമ്മീഷണറാണ് ഇതിൻ്റെയൊക്കെ കസ്റ്റോഡിയൻ. ആ തിരുവാഭരണ കമ്മീഷനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത് ഫിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട പലരുടെയും പേര് പറയുന്നുണ്ട്. ആ പേര് പറയുന്ന പല ആളുകളുമുണ്ട്. ഉത്തരവാദിത്തമുള്ള ആളുകളുടെ പേരൊക്കെ പലതും പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വം ഉള്ള ഉദ്യോഗസ്ഥൻ്റെ അഭാവം, അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടില്ല. വളരെ വ്യക്തമല്ലേ ഗോപികൃഷ്ണൻ? മോഷണം ആണ് എന്നാണ് ഇതിൻ്റെ പേരെങ്കിൽ അങ്ങനെ, കൊള്ളയാണെങ്കിൽ കൊള്ള. പക്ഷേ ഇതൊരു തുടക്കമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പല കാര്യങ്ങളും പിന്നെ നമ്മൾ ഓരോന്നായിട്ട് കണ്ടുവരികയാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് പ്രദർശന വസ്തുവാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ അത് പലരെയും കാണിക്കുന്നു, അത് പല ആളുകളുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാക്കുന്നു. അങ്ങനെ അതൊരു കച്ചവടം ആയിട്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതൊരിക്കലും ക്ഷേത്ര പരിസരത്ത് നിന്ന് പുറത്തു കൊണ്ടുപോകാൻ ആർക്കും അവകാശമില്ല. മാനുവലിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് ഈ ശബരിമലയുടെ കാര്യത്തിൽ മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏത് ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചമയങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അത് കൊടിമരമാവട്ടെ, വിഗ്രഹത്തിൻ്റെ കേടുപാടുകൾ പോക്കുന്ന കാര്യമാകട്ടെ, ക്ഷേത്രത്തിൽ ശ്രീകോവിലിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമാവട്ടെ, ഇതൊക്കെ ചെയ്യേണ്ടത് ക്ഷേത്ര പരിസരത്ത് വെച്ച് മാത്രമായിരിക്കണം. അതിന് പ്രത്യേകമായി ചില ആളുകളുടെ ഉത്തരവാദിത്തമുണ്ട്. അവരുടെ മേൽനോട്ടത്തിലായിരിക്കണം. ക്ഷേത്ര പരിസരത്ത് നിന്ന് കൊണ്ടുപോകാൻ മാനുവൽ പ്രകാരം ആർക്കും അവകാശമില്ല. പിന്നെ ആരാണ് ഇവർക്ക് അവകാശം കൊടുത്തത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതൊക്കെ ചെയ്തത്? ബന്ധപ്പെട്ട കോടതിയോട് ഇവർ ചോദിച്ചിട്ടുണ്ടോ? കേരള ഹൈക്കോടതി പെർമിഷൻ ഇക്കാര്യത്തിൽ വാങ്ങിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാതെ ഇത്തരത്തിലുള്ള ഒരു ഭീകരമായ ഒരു കൊള്ള ഇവിടെ നടത്തപ്പെട്ടിരിക്കുന്നു. ആ കൊള്ളയ്ക്ക് ഉത്തരവാദികൾ ആരാണ് എന്ന് ഇപ്പം പൊതുജനങ്ങൾക്കെല്ലാം അറിയാം. ഇത് അറിയാനുള്ള ഔദ്യോഗികമായിട്ട് ആരെങ്കിലും പറയേണ്ട കാര്യമുള്ളൂ. നാടിന് മുഴുവൻ അറിയാം ആരൊക്കെ ഇത് അടിച്ചു മാറ്റി എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ ആളുകൾ ആരും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ വരുന്നില്ലല്ലോ. എന്താണ് ഇതുമായിട്ട് കാര്യം? ഒരു ബന്ധവുമില്ലാത്ത പാവപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ കയ്യിൽ നിന്നും ചില വാക്കുകൾ കേൾക്കുന്നത്. ഉത്തരവാദിത്തമുള്ള ആളുകളെ ആരെയും ഈ വേദിയിലും ഈ സദസ്സിലും ഈ ചർച്ചയിലും കാണുന്നില്ല. നമ്മൾ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ഇതൊരു കൊള്ളയാണ്, ഇതൊരു മോഷണമാണ്,
ഇത് വിശ്വാസികളോട് കാണിക്കുന്ന ഒരു വലിയ വഞ്ചനയാണ്. ഇതൊക്കെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാര്യമായി ഒരു നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നില്ല. ഒരു FIR ഇട്ടതിനെപ്പറ്റി അന്വേഷണം ആരംഭിച്ചിട്ടില്ല. അവസാനം ദേവസ്വത്തിൻ്റെ വിജിലൻസാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്രയെങ്കിലും വന്നത്. ബഹുമാനപ്പെട്ട കോടതിയെ ആ കാര്യത്തിൽ ഇത്രയെങ്കിലും കാര്യങ്ങൾ എത്തിച്ചതിൽ നമുക്ക് പ്രശംസിച്ചാൽ മതിയാവൂ. പക്ഷെ ഒരു കാര്യമുണ്ട്. അല്ല അഡ്വക്കേറ്റ് ജി രാമൻ നായർ, ഞാൻ ചോദിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും ഒരു കയ്യാളായിരുന്നുവെങ്കിൽ ഇതിന് പിന്നിൽ വലിയൊരു സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ദേവസ്വം ബോർഡിൻ്റെയൊക്കെ അനുമതിയോടുകൂടി വലിയൊരു തട്ടിപ്പ് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നൊക്കെയാണോ താങ്കൾ സംശയിക്കുന്നത്? ഒരു ദേവസ്വം മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇതെങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്താൻ കഴിയുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വ്യക്തി മാത്രമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെയായിട്ട് പല ബന്ധങ്ങളുണ്ടെന്ന് ഇവിടെ പലരും സൂചിപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കീഴ്ശാന്തിക്കാരനായിട്ട് വരുന്ന കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ, ഇന്ന് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, അദ്ദേഹത്തിന് വേറെ ബിസിനസ്സൊന്നുമില്ലല്ലോ. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഏർപ്പെട്ടിരുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം ഇത്രയും വലിയ സ്വത്ത് സമ്പാദിച്ചതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഏതായാലും അത്തരമൊരു വലിയ സമ്പന്നനായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറണമെങ്കിൽ അതിന് ശബരിമല ഒരു കർമ്മ പശുവായി അദ്ദേഹം മാറ്റിയെങ്കിൽ അതിന് അദ്ദേഹം ഒറ്റയ്ക്കൊന്നും അദ്ദേഹം അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കരുത്തുണ്ടാവില്ല. അദ്ദേഹത്തിന് കാലാകാലങ്ങളിൽ വന്ന പല ആളുകളും സഹായിച്ചിട്ടുണ്ടാവും, പലരുടെയും പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോഴും അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹവുമായി നിൽക്കുന്ന പല ചിത്രങ്ങളും പല ഫോട്ടോകളുമൊക്കെ പ്രമുഖന്മാരായ ആളുകൾ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടു. കേരളത്തിൻ്റെ സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹവുമായി സംസാരിച്ച് തിരിച്ച് കളിച്ചുല്ലസിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ എനിക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീനല്ല, അതൊരു തിമിംഗലമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ചെറിയ ആളൊന്നുമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനെ വിഴുങ്ങാൻ പറ്റുന്ന ഒരു വലിയ തിമിംഗലം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനകത്ത് ആരൊക്കെ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ പെട്ടു എന്നുള്ളത് നമുക്കധികം താമസിയാതെ ഈ വ്യക്തമായ നല്ലൊരു അന്വേഷണം നടത്തിയാൽ പുറത്തു വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭഗവാന്റെ കാര്യങ്ങൾ ആരെങ്കിലും ഇത്തരത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അവർ പിടിക്കപ്പെടും, അവർ ശിക്ഷിക്കപ്പെടും, അവർ ഇക്കാര്യത്തിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ശബരിമലയിൽ ഈ തട്ടാവിള കുടുംബാംഗമായ ശ്രീ മഹേഷ് പണിക്കർ ഉണ്ട് നമ്മളോടൊപ്പം. ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് തട്ടാവിള കുടുംബമാണ്. ശ്രീ മഹേഷ് പണിക്കർ, താങ്കൾ അന്ന് തന്നെ പറഞ്ഞു 2019 നവീകരണത്തിന് കൊണ്ടുപോയ പാളിയല്ല തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. ചെമ്പിൽ തങ്കപ്പാളി ഒട്ടിച്ചിരിക്കുന്ന രീതിയിലായിരുന്നു വിജയ് മല്യ സ്പോൺസർ ചെയ്തതെങ്കിൽ അതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് ഈ തങ്കപ്പാളിയിൽ പൊതിഞ്ഞ ചെമ്പിൽ തങ്കപ്പാളി ഒട്ടിച്ച പാളിയാണ് എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? അത് തന്നെ ഇവിടെ സംശയത്തിൽ നിൽക്കുകയാണല്ലോ. അതിനകത്ത് ഒരു വലിയ കാര്യം, ഇദ്ദേഹം ആദ്യം ചെയ്ത ഒരു ഡോറാണ്. അതായത് ഒരു ഡോറ് ചെയ്യാനുള്ള പെർമിഷൻ എടുത്തുകൊണ്ട് ഒരു ഡോർ അയാൾ ചെയ്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ജയറാം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വിഷ്വൽസിൽ കണ്ടു. നമ്മുടെ ജയറാമൊക്കെ ഒരു ടെമ്പോയുടെ ബാക്കിൽ ഒരു മഞ്ഞ ഷർട്ടൊക്കെ ഇട്ട് ഈ ഡോറും കൊണ്ട് വരുന്നുണ്ട്. കുറേ അമ്പലങ്ങളിലൊക്കെ സ്വീകരണം സ്വീകരിച്ചിട്ടാണ് ഇത് വരുന്നത്. ആ ഡോറ് കൊണ്ട് ഫിറ്റ് ചെയ്യുന്നത് 2019 മാർച്ച് മാസമാണ്. മാർച്ച് മാസം 2019 മാർച്ച് മാസം 11-ാം തീയതി ശബരിമല തന്ത്രി ആ ഡോറ് പരിശോധിക്കുന്ന ചിത്രമാണിത്. ഞാൻ ഈ മലയാള മനോരമ പത്രത്തിൽ ഇന്നത്തെ മനോരമയുടെ ഫ്രണ്ടിലുള്ള പേജാണ്. അപ്പം അന്നത്തെ വന്ന വാർത്തയാണ് അവർ ഇത് ചെയ്തിരിക്കുകയാണ്. അതായത് 2019 മാർച്ച് മാസം നല്ല തങ്ക കളറിൽ തന്നെയാണ് ധാരപാലയിൽ നിൽക്കുന്നത്, തങ്ക കളറിൽ തന്നെയാണ് ആ ഡോറ് നിൽക്കുന്നത്. അദ്ദേഹം ഡോറ് കൊണ്ടുവന്ന് ഇത് കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പം ഇത് കാണുമ്പോഴാണ് അവരെ കൊള്ളയ്ക്ക് മുതൽ അവിടെ സെറ്റ് ചെയ്തത്. 2011 മാർച്ച് മാസം ഇദ്ദേഹം ഉണ്ട്, ഇവരെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അന്നൊരു കേടുമില്ലാതെ നല്ല മഞ്ഞ കളറിൽ ഇവർ കൊണ്ടുവന്ന പോലെ തന്നെ പ്രശോഭിച്ച് നിൽക്കുന്ന ധാരപാല വിഗ്രഹം മഞ്ഞ കളറാണ്, സ്വർണ്ണത്തിൻ്റെ നിറമാണ്, തിളങ്ങി നിൽക്കുവാണ്. ആ സാധനം ഒരു ജൂൺ 6 ആയപ്പോഴത്തേക്ക് ദേവസ്വം ബോർഡ് ഓർഡർ ഇറക്കി കഴിഞ്ഞു, ഈ സാധനം കേടാണ്, ഇത് പുതിയതായിട്ട് സ്വർണ്ണം പൂശണം, ചെമ്പാണ് പൂശണമെന്ന്. ഇവിടെ വളരെ വ്യക്തമായിട്ട് 2019 മാർച്ച് മാസം 11-ാം തീയതി ഇദ്ദേഹം പരിശോധിക്കുന്ന ചിത്രം, മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ വന്ന ചിത്രം എല്ലാം കണ്ടതാണ്. ബാക്കി ചിത്രങ്ങളും ബാക്കി ഇതൊക്കെ എല്ലാ ആൾക്കാരുടെയും കാണും. അപ്പം അത് അങ്ങനെയുള്ളൊരു സംഭവം ചെമ്പായിട്ടൊരു ഓർഡർ ഇറക്കിയെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയാനോ, ഒന്നും പറയാനില്ല. ഇതിന് ചെമ്പാണെന്നോ ഇരുമ്പാന്ന് പറയാത്ത ഭാഗ്യം, എന്തോ അയ്യപ്പൻ്റെ ഭാഗ്യം കൊണ്ട് ഇരുമ്പാന്ന് പറയാത്ത, അല്ല ഇനി അങ്ങനെയും പറഞ്ഞാൽ. കാര്യം അത്രയ്ക്ക് ഗുരുതരമായ വിഷയമാണിത്. കാര്യം ഇത് അടിച്ചു മാറ്റാനായിട്ട് തീരുമാനിച്ചതിന് ശേഷമാണ് ഇവരിത് ഓർഡർ ഇറക്കിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. അദ്ദേഹം എന്തായാലും ഒരു കാര്യം കൂടെ ഞാൻ ഉറപ്പായിട്ട് പറയാം, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നിട്ടാണ് ഇത്
കളക്ട് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. കളക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ട്രാക്ടറിലാണ് താഴെ ഇറങ്ങിയിരിക്കുന്നത്. ട്രാക്ടറിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലാണ് ഇത് വെച്ചുകൊണ്ട് പോയിരിക്കുന്നത്. 31 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സാധനം ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ കയ്യിൽ ഈ ഇവർ പൂശി എന്ന് പറയുന്ന ആളിൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പം എന്തായാലും താഴെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ വരുന്നവരെ ഇത് ചെമ്പാകാൻ സാധ്യതയില്ല. അല്ലെ അദ്ദേഹം പറയുന്ന പോലെ ഇത് എന്താ പറഞ്ഞ മഞ്ഞ നിറമുള്ള സ്വർണ്ണത്തിൻ്റെ നിറമുള്ള ചെമ്പായിരുന്നു, അങ്ങനെ വേണേൽ പറയാം. അല്ലാതെ ഇത് ചെമ്പാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു അപ്രൈസർ, സത്യം പറഞ്ഞാൽ നമ്മുടെ ജ്വല്ലറികളിലൊക്കെ ഈ സ്വർണ്ണപ്പണിക്കാരിങ്ങനെ ഉരച്ച് നോക്കി നിൽക്കാന്നുണ്ട്. ഇത് ചെമ്പാണെന്ന് പറയണേ അദ്ദേഹത്തിന് പറയണമെങ്കിൽ ഒന്നി കളറിൻ്റെ രീതിയിൽ പറയണം ഇത് ചെമ്പാണ്. ചെമ്പാണെന്ന് ഇവരെങ്ങനെയാണ് തീരുമാനിച്ചത്? ചെമ്പാണെന്ന് പറയണമെങ്കിൽ തന്നെ അതിനൊരു സർട്ടിഫിക്കേഷൻ വേണ്ടേ? ഒരാൾ പറയുകയാണ്, ഒരു ഗോൾഡ് സ്മിത്തോ അല്ലെങ്കിൽ ഒരു സ്മിത്തോ പറയുകയാണ് ഇത് ചെമ്പാണ്, ഇത് അങ്ങനത്തെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടോ? പിന്നെ ആരാണ് പറയുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റോ തന്ത്രിയോ അല്ലെ മറ്റാരും ഇത് ചെമ്പാന്ന് പറഞ്ഞാൽ ചെമ്പാകില്ല. അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ പറയണം. ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറയണം. പണിയുടെ കാര്യം പറയണേ അതിൻ്റെ ഒരു പണിക്കാരൻ പറയണം, പൂജയുടെ കാര്യങ്ങൾ പറയണേ തന്ത്രി പറയണം, കണക്കിൻ്റെയും കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറയണം. അങ്ങനത്തെ കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമല്ലേ. ഇത് ചെമ്പാണെന്ന് ആരാ പറയുന്നത്? മഞ്ഞ നിറത്തിലുള്ള മഞ്ഞ നിറത്തിൽ കൊട്ട് കഴിഞ്ഞാൽ സ്വർണ്ണമായിട്ടിരുന്ന സ്വർണ്ണം ആണെന്നില്ല, മിന്നുന്നതെല്ലാം പൊന്നല്ല, അത് സമ്മതിച്ചു. പക്ഷേ ഇത് ചെമ്പാണെന്ന് പറയണേ അതിനൊരു ഓർഡർ വേണ്ടേ? ഒരു സ്മിത്തിനെ കണ്ട് പരിശോധിച്ചു, ഇത് വിജയമല്യ ചെയ്ത തട്ടിപ്പാണ്, ഇതിനകത്ത് മൊത്തം ചെമ്പ് മാത്രമേ ഉള്ളൂ, അത് പറയണ്ടേ? അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. ഇവരങ്ങ് തീരുമാനിക്കുകയാണ്, കുറച്ച് ആൾക്കാരങ്ങ് തീരുമാനം എടുക്കുന്നു ഇത് ചെമ്പാണ്, മഞ്ഞ നിറമാണേലും ചെമ്പാണ്. ആടിനെ പട്ടിയാക്കുന്ന പരിപാടി, പട്ടിയെ പേപ്പട്ടിയാകും, തല്ലിക്കൊല്ലുകയും ചെയ്യും. പക്ഷേ ഇതൊരു ശരിയായ നടപടിയല്ല. ഇത് ഇത്ര വ്യക്തമായിട്ടുള്ളൊരു കാര്യത്തിന് ഇപ്പോഴും തർക്കം നിൽക്കുന്നത് വിജയമല്യ ചെയ്തതിനകത്ത് പ്രശ്നമുണ്ടോ? അതിനകത്ത് എന്തു ആയിക്കോട്ടെ, അത് മഞ്ഞ നിറത്തിലുള്ള ഒരു സാധനം. ശ്രീ മഹേഷ് പണിക്കർ, ഇത് എങ്ങനെയാണ് ക്ഷേത്ര പരിസരത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്നതും ഒരു ചോദ്യമല്ലേ? അതെ, ചെമ്പാക്കിയവർക്ക് ഇത് സ്വർണ്ണത്തിന് സ്വർണ്ണ നിറത്തിലുള്ള സാധനത്തിന് ചെമ്പാക്കിയവർക്ക് ഇത് കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഇദ്ദേഹത്തിന് ഇതിൽ റെസീറ്റ് മേടിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ സാധാരണ എന്തെങ്കിലും ഒരു കാർ വർക്ക്ഷോപ്പിൽ കൊടുത്താൽ പോലും നമുക്കൊരു ടോക്കൺ നമ്മുടെ കാർ അങ്ങോട്ട് കൊടുത്തിരിക്കുന്നു, അല്ല ഒരു റെസീറ്റ് വേണ്ട. തിരിച്ച് ഇദ്ദേഹം ഇത്രയും കോടിക്കണക്ക് വിലയുള്ള സാധനം ഇദ്ദേഹത്തിൻ്റെ കൊടുത്ത് വിട്ടു എന്ന് വിചാരിക്കുക. കൊടുത്ത് വിട്ടെങ്കിൽ തന്നെ ഞാൻ നേടി സാധനം കൊണ്ട് ഈ പോകുന്ന വഴി ഇയാളെ ആരെങ്കിലും കൊള്ള മുതൽ ഇത് മോട്ടിച്ചുകൊണ്ട് പോയിരുന്നല്ലോ. അല്ല എന്ത് ചെയ്താന്? അദ്ദേഹം കൈമലത്തിയാണ്, ദേവസ്വം ബോർഡും കൈമലത്തി, എന്ത് ചെയ്യാനാ? എന്തോ ഉത്തരവാദിത്തം? ഇദ്ദേഹം കൊടുത്തുന്ന എന്തോ തെളിവ്? ഇതിപ്പോൾ ഇദ്ദേഹം ഇതിനെക്കാട്ടിലും വലിയ വിലയും വലിയ കാശും ഒക്കെ കിട്ടുന്ന വലിയ പേരും പെരുമയൊക്കെ പല ആൾക്കാരെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് ഇതിനകത്ത് ഒരു വലിയ സാധനം ഉള്ളതുകൊണ്ടാണ് പുള്ളി തിരിച്ചു കൊണ്ടുവന്നത്. കാര്യം തിരിച്ചു കൊണ്ടുവരേണ്ടതാണല്ലോ പുള്ളിയുടെ ആവശ്യം, വേറൊരു സാധനമാണേലും. ഇതിനകത്തെ സ്വർണ്ണമല്ല പുള്ളിയുടെ ഉദ്ദേശം. അല്ലെങ്കിൽ ഇത് പോകുന്ന വഴി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി, അല്ലെ കാട്ടി ആന വന്ന് ആക്രമിച്ചു, ആന ചവിട്ടിക്കൊണ്ട് പോയി, അല്ലെ പുലി എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ആരെന്ത് ചെയ്യാൻ പറ്റും? ഇദ്ദേഹത്തിൻ്റെ കൊടുത്തു വിടുമ്പോൾ അതിനൊരു റെസീറ്റ് ദേവസ്വം ബോർഡ് വേണ്ടേ? ഈ പറഞ്ഞ ബോർഡ് ഉദ്യോഗസ്ഥർ ശരി ഇവർ പറഞ്ഞ പ്രോട്ടോക്കോൾ തെറ്റിച്ചൊക്കെ കൊടുത്തു വിട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു റെസീറ്റ് ഇത്ര വിലയുള്ള സാധനം ഞാൻ കൈപ്പറ്റിയിരിക്കുന്നു, ഇത്ര ദിവസങ്ങളിൽ തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് എഴുതിയ സാധനം ഇവരുടെ വേണ്ടേ? അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ഓർഡർ അടിച്ചു കൊടുത്തു, ഇത് ചെമ്പാണ് സ്വർണ്ണമല്ല ധൈര്യമായിട്ട് കൊണ്ടുപോകണം മോനെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കൊടുത്തു. തിരിച്ച് ഇവരൊന്നും മേടിച്ചു വെക്കണ്ടേ? ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഗുരുതരമായ വീഴ്ചകളുണ്ട്. പക്ഷേ അയ്യപ്പനെല്ലാം തെളിയിക്കും. ഇപ്പം നല്ല രീതിയിൽ അതെല്ലാം പൊട്ടിയിട്ടുണ്ട്, എവിടെയൊക്കെ ഇരിക്കുന്നുണ്ടെന്നുള്ള അവർക്കെല്ലാം പൊട്ടിയിട്ടുണ്ട്. ആ സാധനങ്ങൾ കറക്റ്റായിട്ട് തിരിച്ചു വരും, അതിനുള്ള സാധ്യതകളെല്ലാം കണ്ടിട്ടുണ്ട്. ജയറാമും ഒക്കെ ആക്സിഡൻ്റലായിട്ട് ഇതിനകത്ത് വന്ന് പെട്ടതാണ്. പക്ഷേ അത് നല്ല പടലുകാണ്, കാര്യം ഇതിനകത്തൊന്നും ഒളിച്ചു പോകാൻ പറ്റത്തില്ല. കാര്യം അദ്ദേഹം ഈ സ്വർണ്ണം ഇവരാദ്യം ഡോർ വെക്കുമ്പോൾ ആ വാഹനത്തിൽ ഇരുന്ന് ഡോർ കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ പിന്നെ ഈ സാധനം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വീട്ടിലെ പൂജാമുറി ഇരിക്കുന്നു. ഇതൊക്കെ അപ്പം പ്ലാനിങ് ഒക്കെ നേരത്തെ നടക്കാൻ സാധ്യതയില്ലേ അവിടെയൊക്കെ? മോനെ ഉണ്ണികൃഷ്ണ ഇതൊന്നും തന്നെ ജസ്റ്റ് എനിക്ക് വീട്ടിലൊന്ന് വെക്കണം, നമ്മൾ കണ്ടിട്ടില്ല, ജസ്റ്റ് നീ എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്നാൽ അപ്പം ഇതെന്താ ചേട്ടാ ഞാൻ ചെയ്യാം, ഞാൻ പോസ്റ്ററൊക്കെ സംസാരിക്കട്ടെ, അല്ലെങ്കിൽ ഇവരോടൊക്കെ സംസാരിക്കട്ടെ, ഒരു 3 മാസം വെയിറ്റ് ചെയ്യാൻ, ഞാൻ സെറ്റ് ചെയ്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സാധ്യതയില്ലേ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കട്ടെ. നമ്മളെല്ലാം പൊട്ടന്മാരാണ്, ഇതെല്ലാം ഇങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇതൊക്കെ ഇച്ചിരി അതിശോക്തിയോടെ പറയുന്നതാണ്. പക്ഷേ എന്നാലും എല്ലാ സാധ്യതകളും നമ്മൾ പരിശോധിക്കണം. കാര്യം ഈ സ്വർണ്ണ നിറത്തിൽ കണ്ടൊരു സാധനം ചെമ്പാന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം, ഒരുപാട് രീതിയിൽ പറയാം. ശരി ശ്രീ മഹേഷ് പണിക്കർ. ശ്രീ രാഹുൽ ഈശ്വർ, എല്ലാം ഇപ്പോൾ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, സമഗ്രമായ അന്വേഷണം. ഡോക്ടർ സമ്പത്ത് പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? സത്യം പുറത്തു വരുമല്ലോ, കാത്തിരിക്കാം അല്ലേ? അത് പോരാ, ഇല്ല, അത് കാത്തിരുത്തൊരു കാര്യമില്ല, അത് പുറത്തു വരില്ല. കാര്യം ദേവസ്വം വിജിലൻസ് ആണ്, ഹൈക്കോടതി ഉള്ളതുകൊണ്ട് ചിലപ്പം പുറത്തു വരുമായിരിക്കും. ഒരു തേർഡ് പാർട്ടി ഏജൻസി വേണം. കാര്യം നമ്മുടെ നിയമം കൃത്യമായി പറയുന്നത് ജസ്റ്റിസ് നടത്തിയാൽ പോരാ, ജസ്റ്റിസ് നടത്തിയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകൂടി വേണം. അതുകൊണ്ട് ഒരു തേർഡ് പാർട്ടി ഏജൻസി തീർച്ചയായിട്ടും അന്വേഷിക്കണം. മഹേഷ് ജി പറഞ്ഞതിനോട് സ്നേഹത്തോടൊരു കാര്യം ചേർത്ത് വെക്കുകയാണ്. അദ്ദേഹം ചോദിക്കുകയാണ് എവിടെയാണ് റെസീറ്റ്, അതായത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി താഴെ എടുത്തോണ്ട് പോകുമ്പോൾ വേറെ ആരെങ്കിലും അടിച്ചു മാറ്റിയാവുന്നു. അദ്ദേഹത്തോട് സ്നേഹത്തോടെ പറയാനുള്ളത്, ചെമ്പൽ കൊള്ളക്കാരെ വേറെ ഒരാൾ പോക്കറ്റ് അടിക്കാറില്ല.
ഈ ഷോലയിലെ ഗബ്ബർ സിംഗ് ഉണ്ട്, ഗബ്ബർ സിംഗിനെ വേറെ ആരെങ്കിലും പോക്കറ്റ് അടിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പം ദേവസ്വം ബോർഡും ഈ ഉണ്ണികൃഷ്ണപ്പറ്റിയും ചേർന്ന് നടത്തി ഈ കൊള്ളയ്ക്ക് വേറെ സാധാരണ പോക്കറ്റ് അടിക്കായിരുന്നു, അവരെ തൊടാൻ ഭയപ്പെടും. ഇത് പല ആൾക്കാർക്ക് സംശയമുണ്ട് എന്താണ് നടന്നതെന്ന്. അവിടെയാണ് ഞാൻ എന്തുകൊണ്ട് ആ പോയിന്റ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ശ്രദ്ധ മാറരുത്. യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ വിജയമല്യ തന്ന സ്വർണം പതിച്ച ചെമ്പുപാളികൾക്ക് സംഭവിച്ചത്? ഇംഗ്ലീഷിൽ തെഫ്റ്റ് എന്നും സംസ്കൃതത്തിൽ അപഹരണമെന്നും മലയാളത്തിൽ മോഷണമെന്നും തമിഴിൽ തിരുട്ടെന്നും കന്നഡയിൽ കള്ളത്താനെന്നും തെലുങ്കിൽ ഡോങ്കാതനമെന്നും പറയുന്ന മോട്ടിക്കൽ ആണ് ഉണ്ടായത്. മോഷണം, അടിച്ചുമാറ്റൽ, കളവ്, ലാർസനി, സ്റ്റീലിംഗ്, തെഫ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഉണ്ടായത്. ഒരു ക്രിമിനൽ ആക്ട് ഉണ്ടായിട്ടുണ്ട്. അത് കേരള പോലീസ്, അതായത് കേരള പോലീസ് അന്വേഷിച്ചാൽ എങ്ങനെ സത്യം വരാനാ? ഇത് CPM ഡിഫൻസിലാവുന്ന ഒരു കാര്യമാണ്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ സമ്പത്ത് സാർ കൂടെ ഓർക്കണം. ദേവസ്വം ബോർഡിൽ ഇരുന്ന ഏറ്റവും നല്ല മന്ത്രി, ദേവസ്വം മന്ത്രിമാരിൽ ഒരാൾ G. സുധാകരൻ സാറാണ്. ഒരു തർക്കവുമില്ല. അദ്ദേഹം ഇരുന്നപ്പം 100 തവണ അദ്ദേഹത്തോട് തർക്കിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ക്ലീനപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ശുഷ്കാന്തി കാണിച്ചത് നമ്മുടെ സുധാകരൻ സാറാ. പുള്ളി നാക്കിൽ എന്തെങ്കിലും പറയുമെങ്കിലും പ്രവൃത്തി വളരെ നല്ലതാണ്. പ്രയാസ് സാറിനെ പോലെ ഒരു കോൺഗ്രസ്സുകാരൻ, ഏറ്റവും നല്ല പ്രസിഡന്റുമാരിൽ ഒരാളാണ്, സംശയമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല. ചില ആൾക്കാർ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം അവിടെ മോട്ടിക്കാൻ ശ്രമിച്ചു. ഇതേപോലെ ഭക്തർ BJP എന്നാണെങ്കിൽ കുമ്മനം ചേട്ടൻ അടക്കമുള്ള ഒരുപാട് നല്ല ഭക്തരും ഉണ്ട്. രാഷ്ട്രീയമല്ല ഇവിടെ വിഷയം. ദൈവത്തിന്റെ മുതൽ, അയ്യപ്പന്റെ മുതൽ, അമ്പലത്തിന്റെ മുതൽ അമ്പലം വിഴുങ്ങികൾ, അമ്പലക്കള്ളന്മാര് കട്ടു. യഥാർത്ഥത്തിൽ വിജയമല്യ തന്ന ഒറിജിനൽ സാധനം ഇപ്പൊ എവിടെയെന്ന് ആർക്കും അറിയില്ല. ഒറ്റ ഒരു കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇതിൽ എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംശയിക്കുന്നത്? കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് മോട്ടിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് ഉണ്ടാക്കാനായിട്ടാണ് എനിക്ക് പെയിന്റ് അടിച്ചതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ലെന്ന് പറയുന്നത്? ദേവസ്വം ബോർഡിലെ ആൾക്കാർക്ക് മാത്രമേ ഇത് ചെമ്പെന്ന് എഴുതാൻ കഴിയൂ. അല്ലെങ്കിൽ ദേവസ്വത്തിൽ ഏതോ ഒരാൾ വ്യാജരേഖ ഉണ്ടാക്കാനായി ചെമ്പെന്ന് ആദ്യമേ എഴുതി വെക്കുകയാണ്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിലെ ആരൊക്കെയും, ആ സ്വപ്നദർശൻ കിട്ടിയ മഹാനായിരിക്കും, ആരൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ട്. അത് ക്രിമിനൽ ആക്ട് ആണ്. പോലീസ് കേസ് ഇടണം. അടുത്ത തവണ ഹൈക്കോടതി അടക്കം പോകുമ്പോൾ ഇതൊരു പോലീസ് കേസ് വരണം. സമഗ്ര അന്വേഷണമൊക്കെ വേണം. പക്ഷേ ഇതൊരു പോലീസ് കേസ് തന്നെ വേണം. CBI എൻക്വയറിയോ കോർട്ട് മോണിറ്റേഡ് പ്രോബോ തേർഡ് പാർട്ടി ഏജൻസിയോ വേണം. ഒരു ഇലക്ഷൻ വർഷത്തിൽ CPM അടക്കമുള്ള ഒരു വലിയ റിസ്ക് ഒന്നും എടുക്കാൻ പോണില്ല. കാര്യം ഇത് വരികയാണെങ്കിൽ അവരുടെ ഏതെങ്കിലും അംഗങ്ങളാണെങ്കിൽ അവർക്ക് ഭയങ്കര ഡാമേജിങ് ആവും. അതുകൊണ്ട് ഒരു തേർഡ് പാർട്ടി അംഗം വേണം. അതൊരു പാർട്ടി പ്രശ്നമല്ല. നേരത്തെ പറഞ്ഞതുപോലെ CPM BJP കോൺഗ്രസ് പ്രശ്നമല്ല. ഇത് അമ്പലത്തിന്റെ സ്വത്ത്, അയ്യപ്പന്റെ സ്വത്ത് പ്രക്ഷോഭത്തിന്റെ ഇടയ്ക്ക് അടിച്ചു മാറ്റിയതാണ്. ഞങ്ങൾ തെരുവിൽ തല്ലുകൊള്ളുമ്പോൾ ഞങ്ങൾ തല്ലുകൊള്ളുന്ന വേദന അടക്കം മറിച്ച് ഇതിന്റെ ഇടയിലൂടെ കയറി മോട്ടിച്ചതാണ്. അവരെ വെറുതെ വിടരുത്. ഇത് ആചാരലംഘനത്തെക്കാൾ സീരിയസ് ആയ കാര്യമാണ്. കാര്യം ഇതിൽ ആചാരലംഘനം നടന്നിട്ടുണ്ട്, ഇതിൽ ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി വ്യത്യസ്ത സംഘടനകൾ വരണം. ഇവരെ അറസ്റ്റ് ചെയ്യുന്നവരെ ആ പ്രക്ഷോഭം മുമ്പോട്ട് കൊണ്ടുപോകുകയും വേണം. ശരി, ഡോക്ടർ A. സമ്പത്ത്, ഇനി സാധാരണ ഇപ്പോൾ ഈ ചർച്ച കേട്ടിരിക്കുന്ന ആളുകൾക്ക് സാധാരണ നിലയിൽ തോന്നുന്നൊരു സംശയം ഇതാണ്. ഈ സ്വർണ്ണപ്പാളി കാണാതായല്ലോ, അതായത് യഥാർത്ഥത്തിൽ വിജയ് മല്യ പൊതിഞ്ഞ സ്വർണത്തിൽ പൊതിഞ്ഞ പാളി കാണാതായല്ലോ. ആ ചോദ്യത്തിന് ഇതെവിടെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ആരാണ്? അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണോ, ദേവസ്വം മന്ത്രിയാണോ, അതോ മറ്റാരെങ്കിലുമാണോ? ഗോപികൃഷ്ണൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ ഗോപികൃഷ്ണൻ ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മുടെ ചങ്ങാതി ശ്രീ രാഹുൽ ഈശ്വറിനോട് ചോദ്യത്തിൻ്റെ അതിൻ്റെ ഒരു തുടക്കം കുറിച്ചത് ശ്രീ സമ്പത്ത് പറഞ്ഞതുപോലെ ഈ വിജിലൻസ് സമഗ്ര അന്വേഷണം നടത്തട്ടെ എന്ന്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഗോപീഷ. സമഗ്രമായ അന്വേഷണം വിജിലൻസ് നടത്തട്ടെ എന്ന് സമ്പത്ത് പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ഇക്കാര്യത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. നമ്മുടെ പ്രേക്ഷകരെ നമ്മളിത്തരത്തിലൊരു ചർച്ച നടത്തുമ്പോഴത്തേക്ക് അത്തരം കാര്യങ്ങളിൽ പരിഹാസം നല്ലതാണെങ്കിലും അതിന് വേറെ ഏതെങ്കിലും മുനവച്ചിട്ടൊരു പരിഹാസം അത്തരത്തിൽ വരുന്നത് അനുചിതമായിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഈ വിഷയം നിലവിലുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് തന്നെ അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. 1998 മുതൽ ഇക്കാലം വരെ സ്വർണത്തിൻ്റെ തൂക്കത്തിലുണ്ടായ കുറവിനെക്കുറിച്ചും സ്പോൺസർ എന്ന പേരിൽ ശബരിമലയെ ദുരുപയോഗം ചെയ്ത വ്യക്തികളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ ശ്രീ രാമനാരിയേട്ടൻ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടല്ലോ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണല്ലോ. എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ, ഞാൻ ഇതുമായി വളരെ അടുത്ത ഒരു വ്യക്തിയല്ല, ശ്രീ VJK മേനോൻ അല്ലേ രാമനാരേട്ട, ശ്രീ VJK മേനോൻ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ശ്രീ കാവ്യാട് ദിവാകര പണിക്കരും ശ്രീ MVG നമ്പൂതിരിയും ബോർഡ് അംഗങ്ങളുമായിരിക്കുന്ന കാലത്താണ്
ആയിരിക്കും തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് അത് കുറച്ചുകൂടി അറിയാം. ഞാനൊക്കെ അതിൻ്റെ ഒരു ഈ കാര്യത്തെ സംബന്ധിച്ച് അത്ര ഈ കാര്യങ്ങൾ ഓർക്കുന്ന ആളല്ല. ഞാനിപ്പോൾ ഈ ഒരു അല്ല. അപ്പോൾ അന്ന് ഈ പറയുന്ന ഞാനിതിലൊന്നും എന്തെങ്കിലും രാഷ്ട്രീയം പറയുകയല്ല, രാഷ്ട്രീയം കലർത്താനോ രാഷ്ട്രീയം പറയാനോ അല്ല. ഈ വിഷയത്തിൽ ഇതിനെ രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്താൻ കഴിയുമോ, ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ തന്നെ ഇത് രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള നിലയിലേക്കും ഇത് അത്തരത്തിൽ എന്നാൽ പിന്നെ ഗവൺമെൻറ്റിനെതിരായി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുമായി പല ആളുകളും വന്നു. വേറെ പല ഭാഗത്തു നിന്നും ഇതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് വേറെ വിമർശനങ്ങൾ പലതും ഉണ്ടായി. അതെല്ലാം അവിടെ നടക്കട്ടെ. ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ അവരുടേതായ പ്ലാറ്റിനം ജൂബിലി 25ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അവർ ആ കാര്യം ചെയ്തോട്ടെ. അക്കാര്യത്തിൽ കോടതി അടക്കം അനുവദിച്ചതായ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ്. ഇവിടെ ഇപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുക എന്നുള്ളത് എങ്ങനെ നടത്തണം, ആര് നടത്തണം, എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടാവണം, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ഇക്കാര്യത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. അവിടെ ഇപ്പോൾ അതുകൊണ്ട് ഇവർ ഇപ്പോൾ പ്രക്ഷോഭം നടത്തണം, നമ്മുടെ ഒരു ചങ്ങാതി ആവശ്യപ്പെടുകയാണ് ഈ വിഷയത്തിൽ. അവിടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് 1984 ഒക്ടോബർ അവസാനം അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന വിധത്തിലേക്ക് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെയാണ് അതിന് കാരണമായി ഖാലിസ്ഥാൻ ഭീകരവാദികൾ പറഞ്ഞത്. ഈ ഭിന്ദ്രൻവാല എന്ന ഒരു കള്ളസന്യാസി സുവർണക്ഷേത്രത്തെ ആയുധപ്പുരയാക്കി മാറ്റി നാട്ടിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങളായി നടത്തിയത് ഒടുവിൽ യുണൈറ്റഡ് നേഷൻസിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ പ്രഖ്യാപനം മാത്രം ഉണ്ടാകേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നടത്തിയല്ലോ ആ കാര്യത്തിൽ. അതുപോലെ ഈ കേരളത്തിൽ അത്തരത്തിൽ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ സാമുദായികമായ പൊട്ടിത്തെറികൾ ഉണ്ടാക്കാനോ കഴിയുമെങ്കിൽ അതിന് കേരളത്തിൻ്റെ പ്രതീകമായി നമ്മൾ ഉയർത്തി കാണിക്കുന്ന അത് മതനിരപേക്ഷതയുടെ സമുദായ മൈത്രിയുടെ കേരളീയരുടെ ആത്മാഭിമാനമായിട്ടുള്ള ശബരിമല, അത് ശബരിമലയിലല്ല. ഇനി ഇത് ഏതെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ല, അതിൻ്റെ മൂവബിൾസോ ഇമ്മൂവബിൾസോ ഏത് വിധത്തിലുള്ളതോ വരട്ടെ. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇത്തരം കാര്യത്തിൽ അതിപ്പോൾ രാമനാരിയേട്ടന് ഈ കാര്യത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നമ്മളവിടെ ഈ ശബരിമലയിൽ ഇത് സംബന്ധിച്ചുള്ള 3 കാറ്റഗറിയായി തിരിച്ചിട്ടാണല്ലോ ഇവർ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അവിടെ അവരിൻ്റേതായ രജിസ്റ്ററുകളെല്ലാം അവിടെ ഉണ്ടാക്കുക. ഇവിടെ ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ എത്ര പാളികൾ കൊണ്ട് ഇതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികളുടെ ആകെ ഭാരം 38 കിലോഗ്രാമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. 14 പാളികളാണ് ആകെ ഉണ്ടായിരുന്നത്. ഇതിൽ 397 ഗ്രാം സ്വർണമാണ് കേടുപാടുകളില്ലാത്ത 2 പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയില്ല. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ 12 പാളികളുടെ ആകെ ഭാരം 22 കിലോഗ്രാം ആണ്. അതിൽ 281 ഗ്രാം ആയിരുന്നു സ്വർണത്തിൻ്റെ ഭാരം. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ നടന്ന അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി 10 ഗ്രാം സ്വർണമാണ് പുതുതായി പൂശിയത്. ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുമതിയോടെ തിരുവാഭരണം കമ്മീഷണറുടെ അതിൽ പറയുന്ന തിരുവാഭരണം കമ്മീഷണർ തിരികെ എത്തിച്ചു. മഹസർ തയ്യാർ. ഡോക്ടർ സമ്പത്ത്, 2025 നമ്മൾ ഈ 19 കാര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഡോക്ടർ സമ്പത്ത്, നമ്മൾ 19 പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. 2019 സമ്പത്ജി വളരെ താഴ്മയോടൊരു കാര്യം പറഞ്ഞോട്ടെ, അങ്ങടക്കമുള്ള നല്ല മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് എനിക്ക് വളരെ പെട്ടെന്നൊരു ബ്രേക്ക് പോകേണ്ടതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. രാഹുൽ, ഡോക്ടർ സമ്പത്ത്, അതിനിടയിൽ ഞാൻ ഒരു കാര്യം ഞാൻ നേരത്തെ ഡോക്ടർ രാഹുലിനോട് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യത്തിനെ ഞാനൊന്ന് പറയുകയാണ്. മുന്നവെച്ച ചോദ്യമാണ് എന്ന് ഡോക്ടർ സമ്പത്ത് താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ പരിഹാസം എന്നത് താങ്കൾ തെറ്റിദ്ധരിക്കരുത്. താങ്കളോടെന്ന് മാത്രമല്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ അതിഥികളായി ക്ഷണിച്ച ആരോടും എനിക്ക് പരിഹാസമില്ല, ബഹുമാനം മാത്രമേ ഉള്ളൂ. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ അഡ്വക്കേറ്റ് ജി രാമൻ നായർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഓരോ ദിവസം ചെല്ലുന്തോറും പുതിയ പുതിയ സംഭവവികാസങ്ങൾ കടന്നു വരികയാണ്. എവിടേക്കാണ് ഇത് പോകുന്നതെന്ന് ഇപ്പോഴും നമുക്കൊരു തിട്ടവുമില്ല. എനിക്ക് പറയാനുള്ളത്, ഇതിനെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം അത് സംസ്ഥാന വിജിലൻസിൻ്റെ കീഴിലോ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിലോ തൃപ്തികരമല്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത് കോടതിയുടെ ഒരു നിർദ്ദേശമാണ്. പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ആ അന്വേഷണം സംസ്ഥാനങ്ങൾക്കപ്പുറത്തേക്ക് കാര്യങ്ങളുടെ പ്രവർത്തന മേഖല കടന്നുപോയിരിക്കുന്ന സാഹചര്യത്തിൽ നിശ്ചയമായും ഒരു സെൻട്രൽ ഏജൻസി, ഞാൻ പ്രത്യേകമായി പറയുന്നു CBI മാത്രം ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാവണം. അതിനാവശ്യമായ നടപടിക്രമങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ അധികൃതർ തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് ഇതിന്റെ അന്വേഷണ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ശരി, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നതാണ് ശബരിമലയിൽ നിന്ന് വരുന്ന വിവരങ്ങളും വാർത്തകളും. അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അതിന് പിന്നിൽ പ്രവർത്തിച്ച കൈകൾ ആരൊക്കെയാണ് എന്ന് പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. സമഗ്രമായ അന്വേഷണത്തിലൂടെ ആ സത്യം പുറത്തുവരും എന്ന പ്രതീക്ഷയാണ് നമുക്ക് ബാക്കിയായിട്ടുള്ളത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.